ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുറേ ദിവസത്തിന് ശേഷമുള്ള ഒരു വ്ളോഗ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് മറ്റേ കോട്ടയത്തുള്ള മാംഗോ മെഡോസില്ലേ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഒരു വ്ളോഗ് അങ്ങ് എടുത്തേക്കാം. ബിക്കോസ് എന്തായാലും പോണേയാണല്ലോ നമ്മളെല്ലാവരും കൂടി. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോവാം. കം ലെറ്റ്സ് ഗോ. ഞങ്ങളെല്ലാവരും സീറ്റിൽ ആക്കടാട് എവിടെയാണ് എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു പെട്രോൾ പമ്പിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടാണ്. വണ്ടിയുടെ ഫ്രണ്ടിലാണ് ഇരിക്കേണ്ടായത്. സോ നമുക്ക് അവനോട് ഫ്രണ്ടിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ചോദിക്കാം. എങ്ങനെയുണ്ടായി? ഞാൻ കിടക്കുമായിരുന്നു. അയ്യോ, നിങ്ങൾക്ക് എങ്ങനെയുണ്ടായി? ഞങ്ങളിപ്പോ മാംഗോ മെഡോസിലെത്തി. ഇതാണ് മാംഗോ മെഡോസ്. ഇവിടെ എത്രയാ എൻട്രി ഫീസ്? എത്ര? 400 ആണ്. എൻട്രി ഫീസ് 400 rupees. ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടാ? വണ്ടി കാണിച്ചിട്ട് ആ വണ്ടികൾ ഇവിടെ കണ്ടിട്ടുണ്ട്. മറ്റേ ഡൽഹിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അതിൽ വേണേൽ നമുക്ക് പോവാം. എക്സ്ട്രാ ചാർജ് ഒക്കെ ഉണ്ട്. 100 rupees. അപ്പൊ നമുക്ക് എൻട്രി ഫീസ് എടുത്തിട്ട് നമുക്ക് കാണാൻ പോവാം. അച്ഛനോട് കാര്യം ചോദിച്ചു നോക്കാം. ഈ കാണുന്ന മരം എന്താ? അത് എന്താന്ന് നിങ്ങൾ കമന്റ്സിൽ ഇടുക. നീ പറ നിനക്ക് അറിയാലോ എന്താ ഇത്? ചേട്ടനെ പോലത്തെ എന്തൊരു ചെടി എന്റെ പറ. അത് എന്ത് മരാ? അത് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? LCTV. മാംഗോ മരമാണ്. അത് മാംഗോ മരമാണ്. മാംഗോ മെഡോസിന്റെ മാംഗോ. ഇത് വെയിലാണ് ഗൈസ്. തലവേദന എടുത്തു തുടങ്ങി എനിക്ക് വെയിലടിച്ചിട്ട്. നിനക്ക് തലവേദന ഉണ്ടോ? ഇല്ല. ക്രിസ്റ്റ്യനോ? തല്ലുകൂടാണോ? അനങ്ങാണ്ടിക്ക് തല്ലുകൂടാണ്ടിക്ക്. ഗൈസ്, നമ്മൾ മാംഗോ മെഡോസിനകത്ത് എത്തി. ഫുൾ പ്രകൃതിയാണ് ഇവിടെ. പ്രകൃതി രമണി. ഇവിടെ ഇരിക്കാൻ ആരും എന്തോ ക്ലാസ് ഉണ്ടെന്ന്. എന്തോ ഗൈഡൊക്കെ ചെയ്യാൻ പോവാണ്. നമുക്ക് കാണാം. അപ്പൊ ഇവിടെ കുറെ ട്രെയിനുകളൊക്കെ ഉണ്ട്. ഈ ബസ്സൊക്കെ നമ്മൾ ലണ്ടനിൽ പോയിരിക്കുകയാണ് ഇപ്പോൾ. ആ ബസ്സിൽ കയറാൻ വേണ്ടി. റൈറ്റ്, ഇത് നമ്മൾ ഡൽഹി എത്തിയ ഡൽഹിയിലെ ടുക് ചിൽഡ്രൻസ് പാർക്ക്. ഗൈസ്, ഇവിടെ നമുക്ക് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അത്ര വലിയ ചിൽഡ്രൻസ് പാർക്ക് അല്ലെങ്കിലും കുട്ടികൾക്ക് നല്ലതാണ്. തേയിലത്തോട്ടുണ്ട്. 3 വരെയും ഗൈസ് അതിന്റെ മുകളില് കണ്ട തേയിലത്തോട്ടം കാണാൻ വേണ്ടി 3 വരെ ഒന്നും പോവണ്ട. ജസ്റ്റ് കോട്ടയത്തിലെ മാംഗോ മെഡോസിൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് കാണാം? തേയിലത്തോട്ടം കാണാം. ദിസ് ഈസ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ. നിങ്ങൾ വരിക, സ്വയമായി പൈസ കൊടുത്ത് സ്വയമായി കണ്ട് ആസ്വദിക്കുക. ഗൈഡൻസ് വരുത്. ഇവിടെ ടീ ഷോപ്പ്. ടീ ഷോപ്പ് കണ്ട വഴി അഗസ്ത്യനെ തിന്നാൻ ഓടി. എവിടെ നോക്കിയാലും പ്രകൃതി. ഗൈസ്, ഷീലാൻഡി അവിടെ എന്തോ തള്ളിക്കൊണ്ട് നടക്കുന്നുണ്ട്. ചോദിച്ചോ. ഫിഷിംഗ് ഫീഡിംഗ്. We don't promote smoking and alcohol. Fish feeding bridge. അഗസ്റ്റിനോ? ഇവിടെ മീനുകൾക്ക് തീറ്റ കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ ഗൈസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എക്സൈറ്റഡ് ആണോ നിങ്ങൾ ഫിഷിന് ഫുഡ് കൊടുക്കാൻ? അല്ല, എനിക്ക് ഫുഡ് തന്നാ മതി. എനിക്ക് പേടിയാണ്. ഫുഡ് വേണം. സോ ഞങ്ങൾ മീന് കൊടുക്കില്ല. ഷിക്കാര ബോട്ട് പെയ്ഡാണ്. നമ്മൾ എക്സ്ട്രാ കാശ് കൊടുത്തിട്ടാണ് കയറാനായിട്ട്. ഫ്രീ അല്ല. ഫിഷ് ഫീഡിംഗ് ബ്രിഡ്ജ് ഫ്രീ ആട്ടോ. ഫുൾ മീനാട്ടോ. അവിടെ നമുക്ക് പെഡൽ ബോട്ട് ഉണ്ട്. ബ്രിഡ്ജ് ഉണ്ടാക്കിയതിന് ബാക്കി അല്ല, അതായത് ഇത് ഈ താഴെ കാണുന്ന സംഭവം കണ്ട 1 രൂപ കോയിൻ, 1 രൂപയുടെ കോയിൻസ് എന്തോ ഉണ്ടാക്കിയിട്ട് അതിന്റെ വേസ്റ്റ് വരുന്ന സംഭവങ്ങളില്ല, അത് വെച്ചിട്ടാണ് ഇവര് ഈ ബ്രിഡ്ജിന്റെ ഇത് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത്. മീനിന് ഫുഡ് കൊടുക്കണോ? വലിയ ഫിഷ്. ഓ, അതെ. നിനക്ക് അഗസ്റ്റീനയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്. അഗസ്റ്റീന ഫുഡ് കൊടുക്കുന്നതായിരിക്കും. കൊടുത്തോ?
കുറെ നടക്കാണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളില്, കുറെ നടക്കാനുണ്ട്. നമുക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്യും, പക്ഷെ ഫസ്റ്റ് 1 hour ഇവരുടെ എന്തോ ഗൈഡ് ഇങ്ങനെ ക്ലാസ് എടുത്ത് ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞ് 1 മണിക്കൂർ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നിനും ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ പഠിക്കുന്ന വള്ളത്തോള്. വള്ളത്തോള് ഇത് പണ്ടത്തെ കയറി പിരിക്കുന്ന ഇതാണ്. ചകിരിന്ന് കയറുണ്ടാക്കണ കണ്ടോ? അഗസ്റ്റിന് ആദ്യമായിട്ടാ കാണണേ? മുമ്പ് കണ്ടോ? ഇന്നലെ വീഡിയോയില് പണ്ട് നീ ഇത് ചെയ്തണ്ടോ? ആ, കഴിഞ്ഞ ജന്മത്തിൽ ഇതായിരുന്നു നിങ്ങക്ക് പണ്ട് പണി? അല്ല, ഗാന്ധിജിയുടെ പണിയായിരുന്നു. ഇവൻ ഗാന്ധിജിയുടെ കാലത്തുള്ള ആളാണ്. ഗൈസ്, സി ദിസ് ഈസ് ചക്ര. വാവ്. അതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ അറിയാലേ, മൺചട്ടിയൊക്കെ സിമ്പിള്. അഗസ്റ്റിനൊക്കെ അറിയില്ല ഇത് ഉണ്ടാക്കാൻ? ഉണ്ടെന്ന് പറ. ആ, ഇതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കാറുള്ള കാര്യങ്ങളാ. നമ്മള് പണ്ട് എന്തോരം ഉണ്ടാക്കിയത് അല്ലേ? ഗാന്ധിജിയുടെ കാലത്ത് അഗസ്റ്റിന് ഉണ്ടായതാ. അപ്പൊ അവന് നന്നായി ഉണ്ടാക്കാറിയ അതൊക്കെ. ഞങ്ങൾക്ക് വെക്കേഷനിൽ പഠിപ്പിച്ചു തന്നിട്ട് എങ്ങനെയാന്നൊക്കെ. നിങ്ങളെല്ലാം ഹൈറ്റ് കാണുന്ന പോലെ അല്ല എന്റെ വെയിറ്റ് അല്ല, എന്താ 120. പിന്നെ എനിക്ക് വയസ്സുണ്ട്. ആ, ഞാൻ നല്ല തെറിച്ച മൂപ്പാന്ന് എനിക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ ശില്പമാണ്. ഓക്കെ, ആരിത്? അക്വേറിയം ആകെ 4 മീനുള്ളൂ. പക്ഷെ പടൊക്കെ ഉണ്ട് മീൻ. പക്ഷെ കുറച്ച് മീൻ. ഇതിനുള്ളിൽ വെള്ളച്ചാട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഇൻബിൽഡ് വെള്ളച്ചാട്ടം. ചക്രപ്പുരയില് ചക്രം ചെയ്യാണ്. കേറ്. ആ, ചെരുപ്പ് പറഞ്ഞ ചേട്ടാ മതി. ഇതല്ലോ ആരോടെങ്കിലും ദേഷ്യണ്ടോ? നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. നമുക്ക് എത്ര മണിക്കാണ് ടൈം സ്ലോട്ട് തന്നത്? 12:15 ടൈം സ്ലോട്ട്. നമ്മളപ്പോ 12:15 ഫുഡ് കഴിക്കും. ഫുഡ് നമുക്ക് ഇഷ്ടം കഴിക്കാം. അതൊക്കെ സെപ്പറേറ്റ് ചാർജ് ആണ്, ഇൻക്ലൂഡഡ് അല്ല. നമ്മളിപ്പോ പെഡൽ ബോട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ ബോട്ടിൽ ഷീലാൻഡി ആൻഡ് ഗൈസ് ഉണ്ട്. അങ്ങോട്ട് നിൽക്കാറുണ്ട്. നാലാൾ കേറാ. ഹായ് ഗായ്സ്, നമ്മളിപ്പോ പെഡൽ ബോട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ഇവനാണ് കൺട്രോൾ ചെയ്യുന്ന വെഹിക്കിള്. സോ നമ്മൾ എപ്പോ ചാവുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രാർത്ഥിക്കാം. കൺട്രോൾ ചെയ്യുന്നത് ആന്റോണിയാണ്. നമ്മൾ പെഡൽ ബോട്ട് ചവിട്ടിക്കൊണ്ടിരിക്കാം. എനിക്ക് ഇവൻ തരുന്നില്ല ഇത് കൺട്രോൾ ചെയ്യാനായിട്ട്. ഇവൻ തന്നെ കൺട്രോൾ ചെയ്തോണ്ടിരിക്കാം. അതുള്ള കാട്ടിലൊക്കെ കൊണ്ടുപോവാണ് ഇടിക്കാണെന്നൊക്കെ. ഓപ്പോസിറ്റ് വരുന്ന അവിടേക്കൊക്കെ പോയി ഇടിക്കാനൊക്കെയാണ് ഈ ചെക്കൻ പറയണേ. എനിക്കറിയില്ല നമ്മൾ എന്താ ചെയ്യാന്ന്. ഇതാട്ട കാഴ്ച ഉണ്ടാവുന്നത്. രണ്ടുപേരും അടികൂടിക്കൊണ്ടിരിക്കുക. ചെറിയൊരു സാധനം ശരിയാക്കാൻ വേറെ ആൾക്കാര് വരുന്നുണ്ട്. മൂളിപ്പാട്ടിൻ തീരത്ത് ടുട്ടുടുട്ടുട്ടുട്ടുട്ടുട്ടുട്ടു എങ്ങും നേരത്ത് ടുട്ടുടുട്ടുട്ടുട്ടു. ഗൈസ്, ഞാനും ആന്റോണി ഇരിക്കുന്നത് ഡബിൾസ് സൈക്കിളിലാണ്. തിരി
ഫുഡ് കഴിക്കാൻ വന്നതാ. ഇത് ബിരിയാണി. അക്കു എന്താ കഴിക്കുന്നത്? ബിരിയാണി. ഇഷ്ടായ? റേറ്റിംഗ് എത്ര കൊടുക്കും 10-ല്? 8. നീയോ? ഒരു എത്ര കൊടുക്കും? ഒരു 5-6 ഒക്കെ കൊടുക്കുള്ളൂ. വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ബീച്ചിലിറങ്ങിണ്ടേ ഞങ്ങൾ പൂളിലൊക്കെ ഇറങ്ങി ഫുൾ കളിച്ച് തിമിർത്തു അല്ലടാ. ഫുൾ കോലക്കാകെ പോയി ഞങ്ങള്. അപ്പൊ ഞങ്ങള് റിഫ്രഷ്മെന്റിന്റെ ഐസ്ക്രീം കഴിക്കാണ്. പൂളിൽ ഇറങ്ങിയിട്ട് എങ്ങനെ ഉണ്ടായി പറ എക്സ്പീരിയൻസ് ഒക്കെ കൊച്ചിന്റെ? ഓ ചത്ത കൊച്ച്. എന്റെ രണ്ടാം ലൈഫോ? അവൻ ഉദ്ദേശിച്ചത് അവൻ മരിച്ച് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് പുനർജന്മമാണ് അവന്റെ അല്ലേ? GTA 5 അയ്യോ അതെന്താന്നറിയോ, ഇവൻ ഞാൻ തലയൊന്നും നനയ്ക്കാണ്ട് നിൽക്കായിരുന്നു. ഇവൻ വന്ന് എന്റെ തലയിലാണ് കുറച്ച് വെള്ളാക്കി. പിന്നെ അവിടെ നടന്നത് എന്തായിരുന്നു? പിന്നെ ഇവനെ ഞാൻ അങ്ങ് മുക്കി കൊന്നു. That was happened, okay? അല്ല കേട്ടോ, വെറുതെ അയ്യേ മുക്കി. പക്ഷെ മരിച്ചൊന്നുമില്ല. ചേട്ടൻ ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയപ്പോ ചേട്ടൻ തളർന്നു. ചേട്ടന് എന്തെങ്കിലും അകത്തോട്ട് കയറിയാൽ ചിലപ്പോ ചേട്ടൻ ഓക്കെ ആവുമായിരിക്കും. ഓക്കെ ആവോ? ചേട്ടൻ എല്ലാം കുപ്പിയും ചേട്ടൻ തന്നെ പിടിക്കും. നമ്മളിപ്പോൾ കോയിൻ ഇട്ടിട്ട് വെള്ളം നിറയ്ക്കാൻ പോകുന്ന ഒരു സംഭവം കാണിച്ചു തരാം. 10 റുപ്പീസിന് 2 liters ഓഫ് വാട്ടർ കിട്ടും. ഓക്കെ, 10 റുപ്പീസിന് 2 liters. പിടിച്ചോ. ഫുൾ ഇങ്ങനെ പല പല മരങ്ങളാണ് കണ്ടോ. മരത്തിന്റെ പേരാണ് വാഴ. ഇത് നിങ്ങൾ 2 വാഴകളുടെ തല്ലാണ് കാണുന്നത്. വഴി കൂടെ പോകുള്ളൂ. കാരണം എന്താ? അവന്റെ ഹൃദയം വളഞ്ഞ വഴി കൂടെ പോകും. അവന്റെ ഹൃദയം വളഞ്ഞ വഴി കൂടെ പോണോണ്ട് അവൻ എപ്പോഴും നമ്മൾ വളഞ്ഞ വഴി കൂടെയാണ് കൊണ്ടുപോകുന്നതാണ് എന്നാണ് വിദഗ്ധൻ അഗസ്ത്യാനോ പറയുന്നത് അല്ലേ? 10 രൂപ ഇട്ടു. 20 രൂപ. മുകളിലാണ് പൈസ ഇടുക. ബുദ്ധിയില്ല. 20 റുപ്പീസിന്റെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ചമ്മി. നമ്മളിപ്പോൾ ചമ്മി അറിയുന്ന ഒരാളുടെ 20 റുപ്പീസ് കൊടുത്ത് ഞങ്ങൾ ചേഞ്ച് വാങ്ങി. ഞങ്ങൾ വീണ്ടും വെള്ളം നിറയ്ക്കാനെന്ന പദ്ധതിയിലേക്ക് പോവുകയാണ്. ഇവിടെ തല്ലാണ്. ഇവൻ 5 ഇടണം, അപ്പൊ അവൻ 5 ഇടണം. കണ്ടോ, കരിക്ക് കഴിക്കാൻ വേണ്ടി പോവാണ്. കരിക്ക് നിനക്ക് വേണോ? ഒരെണ്ണം എത്ര എണ്ണം പോരെ? 2 എണ്ണം. We are waiting for കരിക്ക്. കരിക്കിന്റെ ഉള്ളിലെ സംഭവം ഇഷ്ടമാണോ കൊച്ചിന്? ഇപ്പൊ റൈഡിലിരിക്കാണ്. അഗസ്ത്യാനോ എക്സൈറ്റഡ് ആണോ? ഞാൻ അലറി കൊടുക്കും. അല്ലറ കേട്ട് പേടിച്ചു ഓടും. റൈഡ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഏത് മൂഡ് തിന്നിരിക്കും നോക്ക്. ഇവര് നമ്മുടെ സെയിം ടൈമില് ആയാൽ മതി. പേടിക്കാനുള്ള ബുദ്ധി പോലും ഇവനില്ല. ഞാൻ അമ്പ ചെയ്യാൻ പോവാണ്. വല്ലതറിയോ? പിന്നെ ബാഹുബലി. ബാഹുബലിയാ? ഫെയിലിയർ, അത്ര ഫെയിലിയർ. ബാഹുബലിയുടെ പെങ്ങളാണ്. എന്റെയാണ് ഏറ്റവും നല്ലത്. ഗൈസ്, ഞാനാണ് ഹൈ സ്കോർ. നിങ്ങൾക്ക് കാണാം, മഞ്ഞയില് കയറിക്കുന്നത് എന്റെയാണ്. അപ്പൊ ഗൈസ്, നിങ്ങൾക്കിപ്പോ ഇവരുടെ വീഡിയോ കാണാം. മാംഗോ മെഡോസ് എന്താന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. ഇവിടെ മൊത്തം കാടാണ് ഗൈസ്.
നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.